പടം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പടം എല്ലാം മിക്സ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല നല്ല രസമുണ്ട്, നല്ല അഭിനയമാണ്. സജിൻ ഗോപും എല്ലാവരുടെ പെർഫോമൻസും നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ല അഭിനയമാണ്. മൂവി ഒരു രക്ഷയില്ല. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേരിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അല്ല, പേരിന് ഭയങ്കര കണക്ഷൻ ഉണ്ട് ഈ സിനിമയായിട്ട്. അടിപൊളി മൂവിയാണ്. ബേസിലിന്റെ ഇങ്ങോട്ടെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ സജിൻ ഗോപു ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര എല്ലാവരും ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ദീപക് പരമോലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനും വെച്ചാണ്. അതുപോലെ ലിജോ മോളുടെ ക്യാരക്ടറും ഭയങ്കര അടിപൊളി. എന്ന് വെച്ചാൽ ശരിക്കും ഫസ്റ്റ് നമ്മൾ കഴിയും കുറച്ച് കോമഡി ആയിരിക്കും, ബേസിലിന്റെ ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടർ. നല്ല മൂവിയാണ്. നല്ലതായിരുന്നു, നല്ല മൂവിയായിരുന്നു. എനിക്കിഷ്ടമായി. ബേസിലിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. നന്നായിട്ട് ബേസിൽ ചെയ്തിരുന്നു. അമ്പാനെ കോമഡി മാറ്റി സീരിയസ് ക്യാരക്ടർ ആയപ്പോ എനിക്ക് അമ്പാൻ എന്ന് പറയുന്ന ക്യാരക്ടർ കണ്ടപ്പോ കോമഡി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് പേടിയായി. ഒരു നല്ല പടമാണ്. ഒരു ഈഗോ ക്ലാഷിന്റെ ആണ് സ്റ്റോറി പറഞ്ഞത്. ഒരു കൊല്ലം ബേസ്ഡ് ആണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. ഈ സജിൻ ഗോപും ബേസിലായിട്ടുള്ള കോംബോ സീൻസ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു കലാഭവൻ മണിയുടെ ഒക്കെ ഒരു വൈബ് സജിൻ ഗോപിന് തരാൻ പറ്റുന്നുണ്ട്. ഓസം വില്ലനാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ബേസിൽ ഈ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് പെർഫോമൻസ് ആണ്. എനിക്കൊന്ന് ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു പണ്ടത്തേക്ക് മുരളിയുടെ ഒക്കെ ഒരു ഫിലിം കാണുന്ന ഒരു വൈബ് പടം തന്നിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, എക്സ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. അതെ അതെ, ഡയറക്ഷൻ വൈസ് സൂപ്പറുമാണ്. ഇന്ദുഗോപന്റെ ഒരു നോവലിന്റെ ബേസ്ഡാണ് വന്നേക്കുന്നത്. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സിനിമാറ്റിക് സ്റ്റൈല് പടത്തിൽ കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. തിയേറ്റർ വാശുള്ള സാധനം തന്നെയാണ്. കൊല്ലം പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സിനിമ അതിന്റെ ആ ഒരു ബേസ് പക്കായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ആർട്ടാണെങ്കിലും അതിന്റെ ക്യാമറ ആണെങ്കിലും വിഷ്വൽ എഫക്റ്റ് ആണെങ്കിലും ഒക്കെ സൂപ്പറായിട്ട് തന്നെ പറയും. നല്ല മൂവി തന്നെയാണ്. നല്ലൊരു ചിത്രം. പൊന്മാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ബേസിൽ ജോസഫിന്റെയും അതേപോലെ സജിൻ ഗോപിയുടെയും ലിജോ മോളുടെയും അതേപോലെ തന്നെ നമ്മുടെ ആനന്ദ്, ദീപക് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. നല്ലൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്റ്റോറിയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് പൊന്മാൻ. എന്താണ് ഇത്? ഫാമിലി നമ്മുടെ പരിസരത്തൊക്കെ നടക്കുന്ന കഥകൾ തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിലും നടക്കുന്ന ഒരു കഥ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നല്ല എഴുത്തിന്റെ അല്ലെങ്കിൽ നല്ല ദൃശ്യഭംഗിയുടെ ഇതിൽ തന്നെ ഈ സംവിധായകൻ ഈ ഒരു ചിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അഭിനേതാക്കളുടെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ. നല്ലൊരു ചിത്രം തന്നെ, നല്ലൊരു കൂട്ടുകെട്ട്. തീർച്ചയായിട്ടും അതേപോലെ ലിജോ മോളും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു മികച്ചൊരു കഥാപാത്രം തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അവരെല്ലാം 100% തന്നെ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അടിപൊളി മൂവി, ഒരു രക്ഷയും. നല്ല നല്ല സ്റ്റോറി, നമുക്കൊരു മനസ്സ് തട്ടുന്ന ഒരു സ്റ്റോറി തന്നെ പറയാം. അപ്പോൾ ഒരു 2025 ഈ ജനുവരിയിൽ ഇറങ്ങിയ ഏറ്റവും നല്ല മൂവിയാണ് ബേസിലിന്റെ മൂവി. ഈ ഒരു മൂവി പൊന്മാൻ, അതായത് പൊന്നിന്റെ ഒരു കഥയാണെങ്കിലും നമുക്ക് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരിക എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു പത്തരമാറ്റം നല്ല അടിപൊളി സിനിമ. നമുക്ക് ബേസിലിന്റെ നല്ലൊരു എന്താ പറയാ അഭിനയ മുഹൂർത്തം നമുക്ക് ഇതിൽ കാണാൻ പറ്റി. ഇതുവരെ എനിക്ക് ബേസിലിന്റെ സിനിമ കണ്ടതിൽ ഏറ്റവും നല്ലൊരു അഭിനയവും നല്ലൊരു ഫീലിങ്സും തോന്നിയൊരു പടം ഇത് തന്നെ. കാരണം അത്രക്കും നല്ല അഭിനയമായിരുന്നു. വളരെ നല്ല ബേസിൽ എന്താ പറയുക വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പടങ്ങളും പുള്ളിയുടെ വിജയം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. നമുക്ക് മനസ്സ് നിറഞ്ഞിറങ്ങി വരില്ല. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അഭിപ്രായം പറയുള്ളൂ. സൂപ്പറാണ് പടം.